ഗാർഡൻ സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ്. അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ 2-3 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അഡീനിയം പ്ലാന്റ്സിൻ്റെ. ആ ഷോർട്സ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് അഡീനിയം പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ ഈ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പ്ലാൻസിൻ്റെ റേറ്റൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സ്. ഒരു 2 വർഷ പ്രായമൊക്കെ വരുന്ന കോഡക്സ് പ്രായമൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം കോഡക്സിന് സൈസൊക്കെ ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൻ്റെ കോഡ് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലാന്റ്സിൻ്റെ അല്ല, ഫ്ലവർ കോഡ് കൊടുത്താണ് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം എല്ലാത്തിലും ഫ്ലവർ ഇല്ല, അതുകൊണ്ടാണ് കോഡ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു 30 ഫ്ലവർ കോഡ് വരുന്ന പ്ലാന്റ് ആണ്. റെഡും വൈറ്റ് മിക്സായി വരുന്ന നല്ലൊരു പ്ലാന്റാണ്. ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളൂ. വേണ്ടവർ നമ്പർ നോട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഇതാണ് പ്ലാന്റ്. ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ബഡ്സ് വന്നിട്ടുണ്ട്, ചിലത് ഉടനെ തന്നെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനുള്ളത്. കാരണം നല്ല കോഡക്സിന് മിക്കവാറും നല്ല സൈസുണ്ട്. കാരണം അത് മണ്ണിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് എത്രത്തോളം വണ്ണം ഉണ്ടെന്ന് അത് കാണാൻ പറ്റില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം. ചില പ്ലാന്റ്സിന് മാത്രമേ സൈസ് എല്ലാം ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ റേറ്റിൽ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ഇത് 30 നമ്പർ വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക. ഇത് വന്നിട്ട് നല്ല ഡാർക്ക് പിങ്ക് വരുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ്. 13 നമ്പറാണ് കോഡ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു 3-4 പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക. പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ഈ പോട്ടോട് കൂടിയിട്ടല്ല അയക്കുന്നത്. പ്ലാന്റ്സ് നമ്മൾ സോയിലെല്ലാം മാറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുന്നത്. കാരണം മണ്ണോടുകൂടി അയക്കാൻ പറ്റില്ല. ഡ്രൈ ആക്കുന്ന എന്തിനെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പാക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അതിൻ്റെ കോഡക്സിന് അഴുകലൊക്കെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് അയക്കുന്നത്. ഇപ്പോൾ ഇന്ന് അയച്ചിട്ട് 2 ദിവസത്തിൽ കിട്ടുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ച കഴിഞ്ഞൊക്കെ കിട്ടുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കി തന്നെയായിരിക്കും അയക്കുന്നത്. ഇത് ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം വേണ്ട കൂട്ടുകാർ നമ്പർ നോക്കി വെക്കുക. കോഡ് നമ്പർ, ഫ്ലവർ കോഡ് നമ്പർ 52 ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇത് നല്ല വെയിലിൽ വേണം വെക്കാൻ, എന്നാൽ മാത്രമേ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ, നല്ല രീതിയിൽ ഫ്ലവർ വരികയുള്ളൂ. അപ്പോൾ എന്തായാലും ഡെസേർട്ട് പ്ലാന്റ് എന്നാണ് അറിയാമല്ലോ. അതിന് വെള്ളം വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് 53 കോഡ് 53 തോന്നുന്നു. നോക്കുക. അത് നല്ല ബേബി പിങ്ക്, നല്ല കട്ട ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് വരുന്നത് നമ്പർ 12. ഇത് ഫ്ലവർ ബഡ് വന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പം നമ്പർ കോഡ് നോക്കി കൂട്ടുകാർ വാട്സപ്പിൽ അയക്കേണ്ടതാണ്. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഓരോ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ.
ചില പ്ലാന്റ്സുകൾ ഓരോ പീസ് വീതമേ ഉള്ളൂ. ചിലതൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണം വരെയൊക്കെ ഉള്ളൂ. ഏതാണ്ട് ഒരു 20 വെറൈറ്റി ഉണ്ട്. അത്ര മാത്രമേ നമ്മളതിലിപ്പോൾ കളക്ഷൻ വന്നിട്ടുള്ളൂ. ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നോക്കുക. ഇത് 45 നമ്പർ കോഡ് വരുന്നതാണ്. ഫ്ലവർ കോഡ് ലൈനും കൂടെ വരുന്ന ആ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിൻ്റെ നമ്പർ കോഡ് വരുന്നത് 45 ആണ്. അത്യാവശ്യം നല്ല കോഡക്സ് മണ്ണിൻ്റെ ഉള്ളിലോട്ടിരിക്കുന്ന റെഡ് സ്ട്രൈപ്പുള്ള ഫ്ലവറാണ്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്, കോഡക്സ് സൈസുള്ള പ്ലാന്റാണ്. 2 വർഷം ഏജ് വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ 225 രൂപ വരെയാണ്. പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും വരും. അപ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ മിനിമം ചാർജ് 70 റുപ്പീസാണ് DTDC. പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങുന്നത്. പിന്നെ പ്ലാന്റ് ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാന്റ് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നത്. ചിലപ്പോൾ കൊറിയർ കിട്ടുമ്പോൾ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ വാടി കൊഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും പേടിക്കാനില്ല. അത് പുതിയ ലീവ്സൊക്കെ വന്ന് നല്ല പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൽ ചില പ്ലാന്റ്സൊക്കെ സിംഗിൾ പെറ്റലിലുള്ളതാണ്. മെജോറിറ്റി പ്ലാന്റ്സും മൾട്ടി പെറ്റൽസാണ്. അപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ സിംഗിൾ പെറ്റൽ പ്ലാന്റിനോടാണ് താല്പര്യം. കാരണം അതെല്ലാം നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ്. ഇതിൽ ഒരെണ്ണം നല്ല വെൽവെറ്റ് പ്ലാന്റാണ്. വെൽവെറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ഉണ്ട്, ഒരു സിംഗിൾ പെറ്റലിൻ്റെ. അത് കളർ കോഡ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അത് പറഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കളക്ഷൻ. വേറെ നിറയെ പ്ലാന്റുകളുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ കളർ കോഡ് ഇട്ട് തരാം. ആവശ്യമുള്ള കൂട്ടുകാർ കളർ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് 63-ാം നമ്പറിൽ വരുന്ന ഫ്ലവർ കോഡുള്ള ഒരു പ്ലാന്റാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക. ഈ പ്ലാന്റ് 32 കോഡ് വരുന്ന സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റാണ്. നല്ല ഡാർക്ക് പിങ്ക് പ്ലാന്റാണ്. ആവശ്യമുള്ളവർ പറയുക. ഇത് 61 വരുന്നതാണ്. നല്ല വെള്ളയിൽ നല്ല റെഡ് സ്ട്രൈപ്പ് വരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഫ്ലവർ ബഡൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണിത്. അത്യാവശ്യം കോഡക്സ് സൈസും വന്നിട്ടുണ്ട്. ഇത് നമ്പർ 10 ആണ്. പിങ്ക് വിത്ത് റെഡ് സ്ട്രൈപ്പ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കോഡക്സ് സൈസും ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ്. ഇതാണ് 17 വെൽവെറ്റ് ടെക്സ്ചറുള്ള പ്ലാന്റ്. നല്ല കളറുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് കളക്ഷൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കളർ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക. നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.